പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വേദദീപ്തിക്ക് ഫോൺ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പോൾ അവിടേക്ക് വിക്രം വരുന്നു. ദീപ്തിയെ വിളിച്ചിരുന്നല്ലേ എന്ന് വിക്രം ചോദിക്കുന്നു. അവൾ കോൾ കട്ട് ചെയ്തു എന്ന് വേദ പറയുന്നു. നീ അവളെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. നീ അവളെ അതിൽ നിന്നും പിന്മാറാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന് അവൾക്കറിയാം എന്ന് വിക്രം പറയുന്നു. അവളുടെ ജീവിതം തകരുന്നത് ഞാൻ കണ്ടു നിൽക്കണോ എന്ന് വേദ ചോദിക്കുന്നു. എന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിന് നീ ഇപ്പോൾ ചെയ്യുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയൊന്നും നടക്കില്ല. ഞാൻ ഇടപെടണോ എന്ന് വിക്രം ചോദിക്കുന്നു. വേണ്ട, മലക്ക് മാല ഇട്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ അനിയത്തിക്ക് വേണ്ടി വീണ്ടും അടിപിടി കൂടി എന്ന് കേൾപ്പിക്കണോ എന്ന് വേദ പറയുന്നു. അതിന് ഞാൻ നേരിട്ട് ആ കേസിൽ ഇടപെടുന്നില്ല എന്ന് വിക്രം പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കുവോ അതോ കിഡ്നാപ്പ് ചെയ്യോ എന്ന് വേദ ചോദിക്കുന്നു. എന്തായാലും ദേഹോപദ്രവം ഏൽപ്പിക്കില്ല, ജീവന് അപായവും ഉണ്ടാവില്ല എന്ന് വിക്രം പറയുന്നു. പക്ഷേ തിരിച്ച് ഒരു സഹായം നീ എനിക്ക് ചെയ്യണം. ശ്രീനി സാറിൻ്റെ കേസ് കോടതിയിൽ വരരുത്, സമ്മതമാണോ എന്ന് വിക്രം പറയുന്നു. സ്വാമി, മലക്ക് മാല ഇട്ടിരിക്കുക. ഈ സമയത്ത് ക്രിമിനലുകൾക്ക് സംസാരിക്കുന്നത് പോലും പാപാ. അങ്ങനൊരു കോംപ്രമൈസ് നടത്തിയിട്ട് എൻ്റെ അനിയത്തിക്ക് രക്ഷിക്കണ്ട. ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം എന്ന് വേദ പറയുന്നു. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി സ്വാമി ശരണം എന്ന് വിക്രം പറയുന്നു. വേദ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. പിന്നെ കാണിക്കുന്നത് വേദയുടെ വീടാണ്. ദീപ്തിയെ കാണാൻ വേണ്ടി വേദ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ദീപ്തി വരുണിന് ഫോൺ ചെയ്യുകയായിരുന്നു. വേദ ദീപ്തിയുടെ റൂമിൻ്റെ വാതിൽ തട്ടി. അവൾ തുറന്നു. വേദയെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് വേദ ചോദിച്ചു. ഇവിടെ പ്രതീക്ഷിച്ചില്ല, കോളേജിലാണ് പ്രതീക്ഷിച്ചത് എന്ന് ദീപ്തി പറയുന്നു. അവളോട് ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ പറഞ്ഞപ്പോൾ ദീപ്തി, സ്വന്തം ജീവിതത്തിൽ നിന്നും ചേച്ചി പിന്മാറ്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനും ചേട്ടനുമായിരിക്കും. ഒരാൾ ബലമായി കെട്ടിയ താലിയും മുറുകെ പിടിച്ച് അതാണ് ജീവിതം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുണിനെ കൈവിടില്ല. അത് അവന് ഞാൻ കൊടുത്ത വാക്കാണ് എന്ന് ദീപ്തി പറയുന്നു. ഒന്ന് പതുക്കെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒച്ച കൂടുന്നത് ചേച്ചി കാരണമാണ് എന്ന് ദീപ്തി പറയുന്നു. മറ്റാരാണെങ്കിലും ഞാൻ എതിർക്കില്ലായിരുന്നു, പക്ഷെ വരുൺ അങ്ങനെ ഒരാളല്ല എന്ന് വേദ പറഞ്ഞു. വിക്രം ചേട്ടൻ പിന്നെ ലോകത്തിലെ ഏറ്റവും നല്ല ആളായിരുന്നല്ലേ എന്ന് ദീപ്തി പറയുന്നു. വേദ പറയുന്നതൊന്നും ദീപ്തി സമ്മതിക്കുന്നില്ല. വരുണിൻ്റെ ഭൂതകാലം എനിക്കറിയാം, അതിലെല്ലാം അവൻ പശ്ചാത്താപമുണ്ട്. ഒരു നല്ല ജീവിതം അവന് വേണം എന്നുമുണ്ട് എന്നൊക്കെയാണ് ദീപ്തി പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 1 കൊല്ലമായിട്ടും ചേച്ചിയുടെ ഭർത്താവ് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കൊട്ടേഷൻ പണിക്ക് പോകുന്നില്ലേ? ആദ്യം അത് നിർത്ത്, എന്നിട്ട് ഇടപെടാം എൻ്റെ കാര്യത്തിൽ. ഇനി ഇതിൻ്റെ പേരിൽ വിക്രം ചേട്ടൻ വരുണിനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങനെയായിരിക്കില്ല സംസാരിക്കുക എന്ന് ദീപ്തി പറഞ്ഞപ്പോൾ അപ്പോൾ തീരുമാനത്തിന് മാറ്റമില്ല എന്ന് വേദ ചോദിക്കുന്നു. ഇനിയും ഞാൻ ആവർത്തിക്കണോ എന്ന് ദീപ്തി ചോദിച്ചു. എങ്കിൽ എനിക്ക് അച്ഛനെ അറിയിക്കേണ്ടി വരും എന്ന് വേദ പറഞ്ഞു. ഭീഷണിയാണോ? എല്ലാവരെയും അറിയിച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുറിയിൽ കയറി വാതിലടക്കുന്നു. പിന്നെ അമ്മയും വേദയും ദീപ്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. അടുത്ത വർഷം കല്യാണം നടത്തണം എന്നൊക്കെ പറയുന്നു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് അച്ഛൻ വരുന്നു. എന്തിനാ വന്നേ എന്ന് ചോദിച്ചപ്പോൾ ദീപ്തിയെ കാണാനാണ് വന്നത് എന്ന് പറഞ്ഞു അവൾ മടങ്ങുന്നു. പിന്നെ ശ്രീകാര്യം ശ്രീനിവാസന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ വിക്രമുണ്ട്. അവർ ദീപ്തിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇത് പരിഹരിക്കാൻ ഞാനും ശ്രീനിസാറും വിചാരിച്ചാൽ കഴിയും എന്ന് അവൾക്കറിയാം, പക്ഷെ നമ്മുടെ രീതി അവൾക്ക് സമ്മതമല്ല എന്ന് വിക്രം പറയുന്നു. അവളെ അതിൽ നിന്ന് രക്ഷിക്കാൻ സമാധാനത്തിൻ്റെ വഴി സാധ്യമല്ല എന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നു. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീര് വീഴ്ത്തണ്ട. വ്രതശുദ്ധിയോടുകൂടി മല കയറി അയ്യപ്പനെ തൊഴുതു തിരിച്ചു വാ. വാസവന്റെ മകനാണെങ്കിലും തേറാട്ടിൽ ശ്രീധരനായാലും എന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്നു. പിന്നെ കാണിക്കുന്നത് നന്ദിനിയെയാണ്. ശ്രീചേട്ടത്തി അവിടേക്ക് വന്ന് നന്ദിനിയോട് ചോദിക്കുന്നു. വേദയെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ആ മുറിയിലുണ്ടാവും എന്ന് അവൾ പറയുന്നു. ശ്രീജ മുറിയിലേക്ക് പോകുന്നു. എന്താ വേദ ഇവിടെ ഇരിക്കുന്നത് എന്ന് ശ്രീജ ചോദിക്കുന്നു. ശ്രീജേട്ടത്തി, ആ വാതിലൊന്ന് അടക്ക്, എന്നിട്ട് ഇവിടെ വന്ന് ഇരിക്ക് എന്ന് പറയുന്നു. അപ്പോൾ നന്ദിനി ഇത് കാണുന്നു. എന്താ വാതിലടച്ച് പറയാനുള്ള രഹസ്യം എന്ന് ചിന്തിക്കുന്നു. വേദ ശ്രീജയോട് ദീപ്തിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നു. നന്ദിനി എന്താണ് കാര്യം എന്ന് അറിയാതെ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മുറിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. അത് മുത്തശ്ശി കാണുന്നു. മുത്തശ്ശി അവളുടെ ചെവിയിൽ പിടിക്കുന്നു. അപ്പോൾ ശ്രീജയും വേദയും പുറത്തു വരുന്നു. ഞങ്ങൾ രണ്ടാളും ചേർന്ന് നന്ദിനി ഏട്ടത്തിക്ക് നേരെ ഒരു രഹസ്യ പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു. കേൾക്കാത്ത സ്ഥിതിക്ക് അത് നടപ്പിലാക്കാം എന്ന് വേദ പറയുന്നു. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തള്ളക്ക് ഒരു പണി തരുന്നുണ്ട് എന്ന് നന്ദിനി പതുക്കെ പറയുന്നു. അത് മുത്തശ്ശി കേൾക്കുന്നു. നീ എന്ത് ചെയ്താലും എനിക്ക് ഏൽക്കാൻ പോണില്ല എന്ന് മുത്തശ്ശി പറയുന്നു. ഈശ്വര, എന്തൊരു ആന ചെവിയാ എന്ന് നന്ദിനി പതുക്കെ പറയുന്നു. അതേ മോളെ, കാഴ്ചയ്ക്ക് ഇത്തിരി മങ്ങലുള്ളൂ, കേൾവിശക്തി നിങ്ങളെക്കാളും കൂടുതലാ, അതുകൊണ്ട് സൂക്ഷിച്ചോ എന്ന് മുത്തശ്ശി പറയുന്നു. പിന്നെ കാണിക്കുന്നത് വേദയുടെ അനിയത്തിയെയും അച്ഛനെയുമാണ്. അവർ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
അതു കേട്ട് ദീപ്തി ഒന്ന് ഷോക്കായി നിൽക്കുന്നു. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.